തീരം കൈവിട്ടാൽ തീർന്നു. തിരുവനന്തപുരത്തെ രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള പഴയ പ്രയോഗമാണ്. വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായക ശബ്ദമുണ്ട് തിരുവനന്തപുരത്തെ തീരദേശത്തിന്. തീരപ്രദേശത്തെ വോട്ടുകൾ ലക്ഷ്യമിട്ട് 3 മുന്നണികളുടെയും പ്രചാരണം സജീവമാണ്. മണ്ഡലത്തിലെ ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം തന്നെ പൊഴിയൂരും തീരവികസനവുമാണ്. നഗരമേഖലകളിലെ പ്രചരണങ്ങളെക്കാൾ ഏറെയേറെ സമയം NDA സ്ഥാനാർത്ഥിയായ രാജീവ് ചന്ദ്രശേഖർ ചിലവഴിക്കുന്നത് തീരപ്രദേശങ്ങളിലെ പ്രചരണത്തിനാണ്. ശശി തരൂരിൻ്റെ ഉറച്ച വോട്ട് ബാങ്കായ തീരമേഖലകളിൽ വിള്ളലുണ്ടാക്കാൻ സാധിച്ചാൽ വിജയിക്കാനാവുമെന്നാണ് BJPയുടെ കണക്കുകൂട്ടൽ. പൊഴിയൂരിലെ പുലിമുട്ട് ചൂണ്ടിക്കാണിച്ച് BJP ഡോക്ടർ ശശി തരൂരിനോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്തു? NDA സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെത്തിയതിൻ്റെ തൊട്ടുപിന്നാലെ തീരമേഖലയായ പൊഴിയൂരും പൂവാറും സന്ദർശനം നടത്തി. അടുത്ത സന്ദർശനത്തിനെത്തിയപ്പോൾ പൊഴിയൂർ മുതൽ കൊല്ലംകോട് വരെ പുലിമുട്ടും പൊഴിയൂരിൽ മത്സ്യത്തൊഴിലാളി ഹാർബറും നിർമ്മിക്കാൻ കേന്ദ്രമിറക്കിയ ഉത്തരവുമായിട്ടായിരുന്നു വരവ്. 15 കൊല്ലമായിട്ട് ഇവിടെ MP ഇരുന്ന് അദ്ദേഹം എന്നെ പറ്റി പറയരുത്, പിന്നെ ആരെ പറ്റിയാ പറയണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം ചോദിക്കണം. ഡോക്ടർ ശശി തരൂരിനും ഇതിന് കണക്കൊത്ത മറുപടി ഉണ്ടായിരുന്നു. പുലിമുട്ട് നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് സമീപിച്ചപ്പോൾ കൈമലർത്തിയവർ നിങ്ങളല്ലേ എന്നാണ് ചോദ്യം. പുലിമുട്ട് പണിയേണ്ടത് സംസ്ഥാന സർക്കാരാണെന്നും നിങ്ങൾ അന്ന് പറഞ്ഞില്ലേ എന്നും ശശി തരൂർ. സംസ്ഥാന സർക്കാരിന്റെ ചുമതല അവർക്ക് ചെയ്യാൻ തയ്യാറല്ല. നമുക്ക് തൊട്ടടുത്ത തമിഴ്നാട്, നിങ്ങളുടെ പൊഴിയൂരിന്റെ അടുത്തുള്ള കൊല്ലംകോട് പോയിട്ട് നിങ്ങൾ നോക്കിയാൽ മതി, എല്ലാ 2 മീറ്റർ പുലിമുട്ട് കാണാൻ സാധിക്കും. അത് സംസ്ഥാന സർക്കാർ കാശ് ചെലവാക്കി ചെയ്താണ്. പക്ഷെ നമ്മളുടെ സംസ്ഥാന സർക്കാർ ഇന്നാള് മാത്രമാണ് ഒരു പ്രോജക്ട് പ്രപ്പോസൽ ഇറക്കിയത്. തീരമേഖലയിൽ LDFും ഒരു നങ്കൂരമിട്ടിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് സംസ്ഥാന സർക്കാർ 386 കോടിയുടെ പൊഴിയൂർ പദ്ധതി പ്രഖ്യാപിച്ചത്. മുന്നണികളുടെ പ്രചാരണപ്പോരിൽ പൊഴിയൂറുകാർക്കും പറയാനുണ്ട്. ഇവിടെ ഒരു ആർബറിൻ്റെ അത്യാവശ്യമാണ്. കോൺഗ്രസ്സുകാരെ കൊണ്ടും കഴിയുന്നില്ല, കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ടും കഴിയുന്നില്ല, BJPനെ കൊണ്ടും കഴിയുന്നില്ല. അപ്പോൾ ഞങ്ങൾ പേടിച്ച് മരണങ്ങൾ ഇന്ന് പോകുന്ന കടൽ ഓങ്ങിയടിക്കുന്ന കല്ലുകൾ ഞങ്ങൾ പേടിച്ചാണ് പോകുന്നത്. പണിക്ക് പോകുന്നില്ലെങ്കിൽ ഞങ്ങളെ ഓരോരുത്തരുടെ വീട്ടിൽ ഞങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? കടലാക്രമണവും തീരശോഷണവും രൂക്ഷമായ മേഖലയാണ് പൊഴിയൂരും പൂവാറുമൊക്കെ. അവിടുത്തെ മനുഷ്യർ അനുഭവിക്കുന്ന പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് മാത്രമാണ് വോട്ടിന് മുൻപുള്ള ഇന്നാട്ടുകാരുടെ അപേക്ഷ, എല്ലാ കാലത്തെയും അപേക്ഷ. പൊഴിയൂരിൽ നിന്നും ക്യാമറമാൻ സിറിലിനും രാഹുൽ ആർ ചന്ദ്രനുമൊപ്പം സലിം മാലിക്, 24.